വരുൺ ധവാന്റെ ബേബി ജോണിലൂടെ ബോളിവുഡ് അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്ന നടിയാണ് കീർത്തി സുരേഷ്. ഡിസംബർ രണ്ടാം വാരത്തിൽ വിവാഹിതയാകുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ദുബായ് ആസ്ഥാനമായുള്ള ബിസിനസ്സുകാരൻ ആന്റണി തട്ടിലാണ് വരൻ എന്ന് വിവരം. ഇരുവരും വർഷങ്ങളായി പ്രണയത്തിലാണ്. 15 വർഷമായി പ്രണയത്തിലെന്ന് പറയപ്പെടുന്ന ഇരുവരും അടുത്ത മാസം ഗോവയിൽ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് നടത്തുമെന്നും പറയപ്പെടുന്നു. വീട്ടുകാരുടെ ആശീർവാദത്തോടെയാകും വിവാഹം. ഡിസംബർ 11, 12 തീയതികളിൽ ഗോവയിൽ വെച്ചാണ് ഗംഭീര വിവാഹം നടക്കുക. ഔദ്യോഗിക പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുണ്ട്. ആന്റണി തട്ടിലും കീർത്തി സുരേഷും ഒരുമിച്ചാണ് സ്കൂളിൽ പോയതെന്നും അവർ ഹൈസ്കൂൾ പ്രണയികളാണെന്നുമെന്നും അഭ്യൂഹമുണ്ട്. ഗോവ വിവാഹത്തിൽ കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും പങ്കെടുക്കും. അതിഥികളുടെ പട്ടിക ഇനിയും പുറത്തു വന്നിട്ടില്ല. ചലച്ചിത്ര നിർമ്മാതാവ് ജി സുരേഷ് കുമാറിൻ്റെ നടി മേനകയുടെ മകളാണ് കീർത്തി സുരേഷ്. 2000ങ്ങളുടെ തുടക്കത്തിൽ ഒരു ബാലതാരമായാണ് അവർ സിനിമാ ലോകത്ത് എത്തിയത്. ഗീതാഞ്ജലി എന്ന മലയാള സിനിമയിൽ ഒരു പ്രധാന വേഷത്തിലാണ് അവർ അരങ്ങേറ്റം കുറിച്ചത്. ഇന്നവർ തമിഴ്, തെലുങ്ക് ചലച്ചിത്ര വ്യവസായത്തിലെ മുൻനിര അഭിനേതാക്കളിൽ ഒരാളാണ്. ഇതിഹാസ താരം സാവിത്രിയുടെ ജീവിതകഥ പറയുന്ന മഹാനടിയിലെ അഭിനയത്തിന് അവർക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും ലഭിച്ചു. താൻ പ്രണയത്തിലാണെന്ന സൂചന അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ കീർത്തി നൽകിയിരുന്നു. പ്രണയത്തിലാണോ എന്ന ചോദ്യത്തിന് താൻ സിംഗിൾ ആണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നായിരുന്നു കീർത്തിയുടെ മറുപടി. ചില നടന്മാരുടെ പേരുകൾ ചേർത്ത് വെച്ചാണ് വാർത്തകൾ വന്നിരുന്നത്. കോടീശ്വരന്മാരും ബിസിനസ് ടൈക്കൂണുകളും വരെയുള്ള ആളുകളുടെ പേരുകൾ പല സമയങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഈ വാർത്തകളെല്ലാം വ്യാജമാണെന്ന് അറിയിച്ചുകൊണ്ട് മേനകയും സുരേഷ് കുമാറും രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് കീർത്തിയുടെ വിവാഹ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ 2023 ഉറ്റ സുഹൃത്തിനെ കാമുകൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് വന്നിരുന്നു. അതിനെ പരിഹാസരൂപേണ കീർത്തി സുരേഷ് അന്ന് തന്നെ അത് തള്ളിക്കളഞ്ഞിരുന്നു. എൻ്റെ സുഹൃത്തിനെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ മിസ്റ്ററി മാൻ ആരാണെന്ന് സമയമാകുമ്പോൾ തന്നെ ഞാൻ വെളിപ്പെടുത്തിക്കൊള്ളാം എന്നായിരുന്നു അന്ന് കീർത്തി ഈ റിപ്പോർട്ടുകൾക്ക് നൽകിയ മറുപടി. പക്ഷേ അന്ന് കീർത്തിയുടെ പേരിനൊപ്പം ചേർത്ത് വെച്ച പേരാണ് സുഹൃത്ത് ഫർഹാൻ്റേത്. മലയാളിയാണെങ്കിലും നയൻതാരയെയും അസിനെയും പോലെ കീർത്തിയുടെയും തലവര മാറ്റിയത് തമിഴിലേക്കും തെലുങ്കിലേക്കും ചേക്കേറിയതിനു ശേഷമാണ്. ഇന്ന് തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികമാരിൽ ഒരാളാണ് കീർത്തി സുരേഷ്. അന്യഭാഷകളിൽ അഭിനയിച്ചു തുടങ്ങിയ ശേഷമാണ് കീർത്തി അടിമുടി മാറി തുടങ്ങിയത്. ശരീരഭാരം കുറച്ച് സുന്ദരിയായി വസ്ത്രധാരണത്തിൽ അടക്കം ബോളിവുഡ് ലുക്കിലാണ് ഇപ്പോൾ കീർത്തി മിക്കപ്പോഴും ചൂസ് ചെയ്യാറുള്ളത്. താരത്തെക്കുറിച്ചുള്ള വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. കരിയറിൽ തൻ്റേതായ സ്ഥാനം നേടിയെടുത്ത ശേഷമാണ് കീർത്തി വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. അടുത്തിടെ കീർത്തിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള സംവിധായകൻ ആലപ്പി അഷറഫ് സംസാരിച്ചിരുന്നു. ജാതിയും മതവും നോക്കുന്ന ആളല്ല കീർത്തി സുരേഷ്. ഉടനെ അത് എല്ലാവർക്കും മനസ്സിലാകുമെന്നും സംവിധായകൻ തൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിരുന്നു. വിവാഹത്തിൻ്റെ സൂചനയും ഇദ്ദേഹമാണ് നൽകിയിരുന്നത്.